ഞാനൊരു ഇലക്ട്രിക് കോൺട്രാക്ടറാണ്. എനിക്ക് ലൈസൻസ് ഇല്ല. ഇതെന്താ തമാശ കളിക്കണ്ട സ്ഥലേ? അല്ല, ലൈസൻസ് ഇല്ലാണ്ട് ഇജാതി പണിയൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞോളൂ? ഇത് കളിക്കേണ്ട സ്ഥലം, ഇത് പറമ്പ് കളക്കാൻ പോവല്ല. അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാറേ. ഞാൻ വയർ ചെയ്തിട്ടുള്ള എല്ലാ വീടുകളും കത്തും. അത് കത്താണ്ടിരിക്കൂല. ലൈസൻസ് ഇല്ലാത്ത പണി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൂടെ? സകല വീടും കത്തും. വീട് കത്തണ പ്രശ്നമില്ല. അല്ല, സ്വിച്ച് ഇട്ടല്ലേ, വയറിംഗ് എല്ലാം കറക്റ്റ്. അതുകൊണ്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ബൾബ് കത്തും. ബൾബ് കത്തൽ ഇപ്പൊ നിങ്ങള് കണ്ടുപിടിച്ചോന്നല്ല, അത് എഡിസൺ കണ്ടുപിടിച്ചാണ്. അത് ലൈസൻസ് ഇല്ലാണ്ട് ഇജാതി പണിയൊന്നും ചെയ്യരുത്. അപ്പോ ഒരു കാര്യം ചെയ്യാം സാറേ, നമുക്ക് ആ വീടിന്റെ കാര്യമാണ് സംസാരിക്കാം. ഏത് വീടിന്റെ? അല്ല, പണിയുടെ. ഏത് പണി, ഏത് വീട്? അല്ല, അപ്പൊ സാറ് വീട് വെക്കുന്നില്ലേ, ഒരു 3 നില കെട്ടിടം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സാറ്. അതാരെങ്ങനെ എടുത്ത് പറഞ്ഞേ? അപ്പൊ അതിന്റെ വയറിങ്ങിന്റെ പണി എനിക്ക് തരാൻ വേണ്ടിയിട്ട് അതിന് വന്നതാണ്. എന്റെ വീടിന്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിട്ടുള്ള എന്റെ വീടിന്റെ ഇലക്ട്രിക്കൽ പണി നിങ്ങള്, ലൈസൻസ് ഇല്ലാത്ത നിങ്ങള്. അല്ല സാറേ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ലൈസൻസ് വേണമെന്നൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ലൈസൻസ് ഉള്ള ആൾ സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പണികൾ നടത്താം. ഇപ്പൊ ഞാൻ ഇത്ര കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയാണ്. ഞാനിവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഞാൻ ആ ഒരു ധാരണയെങ്കിലും മനസ്സിൽ വെച്ച് എന്നോട് സംസാരിക്കണോ? ഇതിപ്പോ ഞങ്ങളുടെ ഈ ഇലക്ട്രിക്കൽ ഇതിന്റെ യൂണിയൻ ഉണ്ട് സാറേ. അപ്പൊ അവര് ഭയങ്കര പാരകളാ. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന അവര് കണ്ടുകൂടാ. ഇപ്രാവശ്യം ഞാൻ എന്താ വെച്ചാൽ അവർക്ക് പിരിവ് കൊടുത്തില്ല. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ലൈസൻസ് തരുന്ന ആളുകള് ഇപ്പൊ അവര് ഒപ്പിട്ട് തന്നില്ല. അപ്പൊ അതൊരു പ്രശ്നമായിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്തായാലും എനിക്ക് ഈ ലൈസൻസ് എടുത്തേ പറ്റൂ. അത് ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നാലാണ് കൊണ്ടുപോകാം. സത്യശീല ഇപ്പൊ തൽക്കാലം പോയിക്കോ, ഞാൻ നാളെ അങ്ങടേ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാം. അത് വേണ്ട സാറ്, വീട്ടിലേക്കൊന്നും വരണ്ട, ഞാൻ ഇവിടെ വന്ന് വാങ്ങാലോ. അല്ല, അത് വേണ്ട, അത് സാരില്ല. നിങ്ങൾക്ക് അത് ആ ലൈസൻസ് ഒക്കെ തരാനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യാലോ. നിങ്ങളുടെ വീടും പരിസരവും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എന്നാ പിന്നെ ഞാനിവിടെ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം, സാറിനെ പുറത്തുള്ള ആൾക്കാർ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. എന്താ? കൊറ്റനാട് മൊല്ലാക്കാന്ന്. ശരിയത്? അവിടെ ഇരിക്കണവരൊന്നും അറിയണ്ട. എന്ത് ജാതി സാധനങ്ങളാ ഹംക്കിങ്ങള്. സാറേ വന്നാട്ടെ ഇരുന്നാട്ടെ. ഇരിക്കാനൊന്നും സമയം. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് എവിടെ വെച്ചാന്ന് കാണിക്ക്. അയ്യോ, വർക്ക്ഷോപ്പ് 1.5 കിലോമീറ്റർ ദൂരെയാണ്. കാറിന് തോറ്റി. കാറിനൊന്നും പറ്റിയല്ല. ഞങ്ങള് ഈ ഇലക്ട്രിക്കൽ ഇതില്ല, അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഒന്ന് കാണിക്കുക. അത് നോക്കാൻ വന്നാണല്ലേ? അത് ഇവിടെ തന്നെയാണ്. ഒരു പറഞ്ഞ സാറേ, ഇതാണ് വർക്ക്ഷോപ്പ്. ഇതാണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. വയറ്, ജംഗ്ഷനൊക്കെ ഉണ്ട്, ജംഗ്ഷൻ ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. ഇതെന്തായിരുന്നു ഒരു ഇതിലൊന്നുമല്ല, ഇത് ബൾബിന്റെ കവറാ. നിങ്ങളുടെ ഈ വർക്ക് ചെയ്യാനുള്ള, ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനുള്ള സംവിധാനമുള്ള ഒരു സൗകര്യമുള്ള ഒരു ഇതെവിടെ വർക്ക്ഷോപ്പ്? അതന്നെയാണിത്. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചില ഫിറ്റിംഗ്, മുറുക്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ കമ്പ്യൂട്ടറോ? കമ്പ്യൂട്ടർ ഇല്ല. കമ്പ്യൂട്ടറിന് ഞാൻ ഉപയോഗിക്കില്ല സാറേ. എന്തിനാ വേണ്ടാത്ത ആർഭാടങ്ങൾ വേണോ? ഞങ്ങളാ ടൂൾസ് ബോക്സ്, ടൂൾസ് ബോക്സ് അതുണ്ട്, എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. നല്ല സാധനങ്ങളാണ്. എന്തെങ്കിലും ആളെ കളിയാക്കാണ് ഈ സഞ്ചി. ഇതാ നിങ്ങളുടെ ടൂൾസ് ബോക്സ്. ഇതൊക്കെ വെച്ചിട്ടാണ് താൻ ഈ 3 നിലയുള്ള ബിൽഡിങ്ങൊക്കെ വയർ ചെയ്യണത്? അതിപ്പോ ഞാൻ വയർ ചെയ്യണില്ലല്ലോ, ഞാനല്ല ഇത് ചെയ്യുന്നതേ. ഇതൊക്കെ എന്താ വെച്ചാൽ ജോലിക്കാർ, എനിക്ക് പണിക്കാർ വേറുണ്ട്. അപ്പൊ അവര് ആ പയ്യന്മാരുടെ കയ്യിൽ നല്ല നല്ല സാധനങ്ങളുണ്ട്. അപ്പൊ പണിക്ക് പോണില്ല, അത് കുട്ടികൾ അവര് പണിതോളൂ അല്ലേ? അവരിലുണ്ട് സംവിധാനങ്ങളൊക്കെ അല്ലേ? അപ്പൊ കാര്യം ശരിയാ. മൂപ്പർക്ക് അപ്പൊ ലൈസൻസിന്റെ ആവശ്യമില്ല. ലൈസൻസ് വേണ്ട. അല്ലല്ല, ലൈസൻസ് വേണം സാറേ. നിങ്ങൾക്ക് വർക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തിനാണ് ലൈസൻസ്? പിള്ളേരല്ലേ? അല്ല, ഞാൻ വർക്ക് പിടിച്ചിട്ട് ഞാൻ പണി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ.